സാനിയ മുനോമിയുണ്ട്. സാനിയ മുനോമി, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കടുവയെ ലൊക്കേറ്റ് ചെയ്തോ? മയക്കുപിടി വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനം. കാരണം 2 ദിവസമായി കടുവയൊന്നും കഴിച്ചിട്ടില്ല. ആക്രമണകാരിയാണ്, ആരോഗ്യമുള്ള കടുവയാണ്. ഇന്നലെ പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ സാനിയ മുനോമി, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കടുവയെ കണ്ടാൽ മയക്കുപിടി വയ്ക്കുക, അതിനുശേഷം മറ്റെവിടെയെങ്കിലും കൊണ്ടുവിടുക, ഇതല്ലേ ഇനി മുന്നിലുള്ള വഴിയുള്ളൂ? ഇനി കാട്ടിൽ ഓടിച്ചു കയറ്റാമെന്നുള്ളൊരു സാധ്യതയൊക്കെ അടഞ്ഞോ? ഡോക്ടർ അരുൺകുമാർ, കാട്ടിലേക്ക് ഓടിച്ചു കയറ്റാമെന്നുള്ള സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ പറയുന്നില്ല എന്നുള്ളതാണ്. രാവിലെ നമ്മൾ DF അജിത് കെ രാമനോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. ഇനി കണ്ടുകിട്ടിയാൽ, അതായത് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ RRT സംഘങ്ങളിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെയധികം സൂക്ഷ്മമായി പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും കാപ്പിത്തോട്ടങ്ങൾ, അതുപോലെ ചെറിയ ചതുപ്പുകൾ അവിടെയൊക്കെ ഉണ്ടോ എന്നറിയാനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും അതിനുശേഷം കടുവയെ എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്താൽ അവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ തന്നെയാണ് ഫോറസ്റ്റ് അധികൃതരുടെ തീരുമാനം. അതിന് അടിസ്ഥാനമാക്കി ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് അടക്കമുള്ള സംഘം ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഏതായാലും ആ കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ കടുവയെ ഒന്ന് കണ്ടാൽ മതി, അതിനുശേഷം വെടിവെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ ദൃഢഗാത്രനായ കടുവ ഇന്നലെ ഓടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ 2 ദിവസമായി കടുവ ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി ജനവാസ മേഖലയിലേക്ക് തിരിച്ചോടിയ കടുവ പിന്നീട് കാട്ടിലേക്ക് പോകാനുള്ള യാതൊരു വഴിയുമില്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. കാരണം ഫോറസ്റ്റ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകൾ, തെർമൽ ക്യാമറകൾ, ഇതിലൊന്നും തന്നെ രാത്രിക്ക് ശേഷം കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. കാട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും ദൃശ്യങ്ങളില്ലാത്തതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഇത് കാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല, ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നാണ്. അങ്ങനെ തുടരുന്നതുകൊണ്ട് തന്നെ നാട്ടുകാരോട് അതീവ ജാഗ്രത പുലർത്താനാണ് അധികൃതർ, പോലീസും ഫോറസ്റ്റ് ആയാലും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അതീവ ജാഗ്രത തന്നെ പുലർത്തണം. 2 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഇപ്പോൾ നിരോധനാജ്ഞ അടക്കം, അതുപോലെ സ്കൂളുകൾക്ക് അവധി. ഇന്ന് ക്രിസ്മസ് പരീക്ഷ പോലും മാറ്റിവെച്ചുകൊണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം തുടരുമ്പോൾ ഒരു വശത്ത് 100ഓളം വരുന്ന RRT സംഘവും ഫോറസ്റ്റ് അധികൃതരും ചേർന്ന് കൃത്യമായ പരിശോധന തന്നെയാണ് വയനാട്ടിലെ കണിയാമ്പറ്റ ഭാഗത്ത് ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാനിയ മുനോമിയാണ് കണിയാമ്പറ്റയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കണിയാമ്പറ്റയിൽ വലിയ തെരച്ചിൽ നടത്തുകയാണ്. കടുവയെ കിട്ടിയാലുടൻ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം.